ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. തുടക്കക്കാർക്ക് സ്കിൻ കെയറിൽ ഏതൊക്കെ പ്രോഡക്ട്സ് എപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ കാണും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക. ഡെയിലി നമ്മൾ 2 നേരമാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത്, രാവിലെയും രാത്രിയും. കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോൾ വിസിബിളായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പ്ലമ്മിൻ്റെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റാണിത്. ഗുഡ് വൈബ്സിൻ്റെ ഉപ്താൻ ഫേസ് വാഷും വൈറ്റമിൻ സിയും. ഞാനിപ്പോൾ ഈ ഒരു പ്ലമ്മിൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് പ്രോഡക്റ്റ് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഫേസ് ഒന്ന് നനച്ചിട്ട് പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഞാനിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേറ്റിലുള്ളത് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസിലുള്ള അഴുക്കും എണ്ണമയോ ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. എന്നാൽ പിന്നെ സോപ്പ് ഉപയോഗിച്ചൂടെയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ വ്യത്യാസപ്പെടും. ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. ഫേസിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ രീതിക്ക് മസാജ് ചെയ്ത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഡെയിലി നമ്മൾ 2 നേരം മാത്രമേ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. രാവിലെയും അതുപോലെ രാത്രിയിലും മാത്രം. കൂടുതൽ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഫേസ് വാഷ് പലതരത്തിലുണ്ട്. ഫോം ടൈപ്പിലുണ്ട്, ജെൽ ടൈപ്പിലുണ്ട്. ഇനിയിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. സ്കിൻ കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ടോണർ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ്, അല്ലെങ്കിൽ ഗുലാബരിയുടെയോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന റോസ് വാട്ടറോ യൂസ് ചെയ്ത് ടോൺ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പ്ലമ്മിൻ്റെ ഈ ഒരു നിയാസിനമൈഡ് ടോണറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫേസിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ പോർസിനുള്ളിൽ ഡേർട്ടോ ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ടോണർ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്കിൻ കെയറിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ടോണർ യൂസ് ചെയ്യുക എന്നുള്ളത്. ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണർ ഹെൽപ്പ് ചെയ്യും. ഓരോ പ്രോഡക്റ്റും അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദ ഡെർമാക്കോയുടെ ലിപ് ബാമും സെബാമെഡിൻ്റെ ലിപ് ബാമുമാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ദ ഡെർമാക്കോയുടെ ഈ ഒരു കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെബാമെഡിൻ്റെ ലിപ് ബാം ആണെങ്കിൽ ആ ഒരു ലിപ്പിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഈ 2 ലിപ് ബാമിൽ SPF അടങ്ങിയിട്ടുള്ളതാണ്. അഫോർഡബിൾ പ്രൈസിലുള്ള ഒരുപാട് ലിപ് ബാമുകൾ അവൈലബിൾ ആണ്. ഹിമാലയയുടെ ലിപ് ബാമൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് സെറമാണ്. സ്കിൻ കെയറിൽ 3rd സ്റ്റെപ്പാണ് സെറം യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മാമാഎർത്തിൻ്റെ ബീട്രൂട്ട് സെറമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹൈലറോണിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. എൻ്റെ സ്കിന്നിൽ ചെറിയൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ പ്ലമ്മിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ച് വേണം നമ്മൾ സെറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള പ്രോഡക്റ്റാണ് സെറം എന്ന് പറയുന്നത്. സെറത്തിൽ ചെറിയ മോളിക്യൂൾസാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവപ്പെടുകയും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചുള്ള സിറം വേണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള സിറം അവൈലബിൾ ആണ്. ഹൈലറോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, വൈറ്റമിൻ സി, നിയാസിനമൈഡ്, അങ്ങനെ പലതരത്തിലുള്ള സിറം അവൈലബിൾ ആണ്. നമുക്ക് ഹൈഡ്രേഷനാണോ വേണ്ടത്, ബ്രൈറ്റനിങ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടാണോ, അപ്പോൾ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള സിറം നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചൂസ് ചെയ്ത് യൂസ് ചെയ്യുക. അങ്ങനെ 3rd സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്. മിക്കവരെയും അലട്ടുന്ന പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾസും അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള ചുളിവുമൊക്കെ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇതിപ്പം പ്രോഡക്റ്റ് ഏകദേശം തീരാറായി. മാമാഎർത്തിൻ്റെയൊക്കെ അണ്ടർ ഐ ക്രീം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അത് ഞാൻ റിംഗ് ഫിംഗറിലെടുത്തതിന് ശേഷം കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു ദിവസം പോലും തെറ്റാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പേ നമ്മുടെ ഫേസിൽ വിസിബിളായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. 1-2 ദിവസം നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ മടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ഏജിങ് ആവുകയും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ചെയ്യും. സ്കിന്ന് ഡാമേജ് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ വരും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ നമ്മൾ നല്ലൊരു ഫേസ് സ്ക്രബ് ബോഡി വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് അതുകൂടി യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞു. സ്കിൻ കെയറിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. മാമാഎർത്തിൻ്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസറാണിത്. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ പോൺസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് പോൺസിൻ്റെ മോയ്സ്ചറൈസർ. ഇത് SPF അടങ്ങിയിട്ടുള്ള പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു മോയ്സ്ചറൈസർ മാമാഎർത്തിൻ്റെ വൈറ്റമിൻ C അൾട്രാ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസറിൽ ഹൈലറോണിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. ഇതൊരു പമ്പ് ടൈപ്പാണ്. കുറച്ച് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഫേസിൽ ഡോട്ടിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ നല്ല ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല യങ് ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എന്നും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത്. ഫേസിൽ നല്ല രീതിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. സ്കിൻ കെയറിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് നമ്മൾ പുറത്ത് പോകുമ്പോഴായാലും വീട്ടിൽ നിൽക്കുമ്പോഴായാലും പുറത്ത് പോകുന്ന സമയത്ത് SPF 50 എബോവ് ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വീട്ടിൽ നിൽക്കുമ്പോൾ അത്രയും ആവശ്യമില്ല. നമ്മൾ നൈറ്റ് ടൈമിൽ സ്കിപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഇത് മാത്രമാണ്. അല്ലാത്ത സ്റ്റെപ്സ് എല്ലാം നമ്മൾ നൈറ്റ് സ്കിൻ കെയറിലും ഫോളോ ചെയ്യണം. നമ്മുടെ സ്കിന്നിനെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. അങ്ങനെ ഫേസിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സ്കിൻ കെയറിൽ നമ്മൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്. തുടക്കക്കാർക്കുള്ള കൺഫ്യൂഷനെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ മാറി കാണുമെന്ന് വിചാരിക്കുകയാണ്. സ്കിൻ കെയർ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കി വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലവ് യു ഓൾ. താങ്ക് യു. ബൈ ബൈ.